Happy Onam from Karivithamma. ഹലോ ഹായ് നമസ്തേ നമസ്കാരം. കറിവിത്തമ്മയിൽ ഇന്ന് വളരെ വ്യത്യസ്തമായി എൻ്റെ ഇൻട്രൊഡക്ഷൻ സൗണ്ട് മാത്രമല്ല ഞാൻ തന്നെ അപ്പിയർ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോയ്ക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് ഞാൻ കറിവിത്തമ്മയുടെ ഒരു എപ്പിസോഡിൽ അപ്പിയർ ചെയ്യുന്നത്. എനിക്കൊന്ന് കേരളം എന്ന് പറഞ്ഞാലും പോരാ, ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഏറ്റവും അധികം ഒത്തുചേരാനും ഏറ്റവും അധികം ഓർമ്മകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു വലിയ വിശേഷ ദിവസം തന്നെയാണ് ഓണം. ഒരു ഉത്സവമാണ് തിരുവോണം. ഇപ്പോൾ കറിവിത്തമ്മയിൽ ഇന്ന് ഓണസദ്യ സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരി. മാമ്പഴ പുളിശ്ശേരിയുള്ള ഒരു സദ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സദ്യ എന്ന് തന്നെ പറയും. അപ്പോൾ ഈ മാമ്പഴ പുളിശ്ശേരി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഓണസദ്യക്ക് കറിവിത്തമ്മയുടെ എല്ലാ വിഭവങ്ങളും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഒരു കറിവിത്തമ്മ സദ്യ തന്നെ നിങ്ങൾ തയ്യാറാക്കി ഞങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ അമ്മയുടെ സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരി കണ്ടിട്ട് വരാം. ഈ ഒരു മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഞാനിവിടെ ഒരു 6 മാമ്പഴം എടുത്തിട്ടുണ്ട്. നല്ലവണ്ണം പഴുത്ത മാങ്ങയാണ്. നല്ലവണ്ണം പഴുത്ത മാങ്ങ നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് വേണം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ശർക്കര ചീകി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ മാമ്പഴ പുളിശ്ശേരിക്ക് എപ്പോഴും കുറച്ച് മധുരം ചേർക്കുമ്പോഴാണ് അതിന് സ്വാദ് കൂടുന്നത്. ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് ചെയ്യാൻ കുഴപ്പമില്ല. എത്ര മധുരമുള്ള മാമ്പഴം ആണെങ്കിൽ പോലും കുറച്ച് ശർക്കര ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ലിറ്റർ നല്ല കട്ട തൈര് നല്ലവണ്ണം ഉടച്ച് വെച്ചിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈര് നോക്കിയെടുക്കണം. പിന്നെ ഒരു മാങ്ങയുടെ ദശ ഞാൻ വേറെ പൂളി വെച്ചിട്ടുണ്ട്. അത് ഈ തേങ്ങയുടെ കൂടെ നമ്മൾ ചേർത്ത് അരയ്ക്കുമ്പം ഈ ഒരു മാമ്പഴ പുളിശ്ശേരിക്ക് നല്ലൊരു പ്രത്യേക സ്വാദ് കിട്ടും. ആ മാങ്ങയുടെ ശരിക്കുള്ള ഫ്ലേവർ നമുക്ക് ആ ഒരു ഗ്രേവിയിൽ നമുക്ക് കിട്ടും. ഒരു 1.5 കപ്പ് തേങ്ങ തിരുമിതെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 7 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഈ ഒരു വറ്റൽമുളക് ശരിക്കും നമ്മുടെ എണ്ണയിലൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ തേങ്ങയും ഈ മാങ്ങയുടെ ദശയും ജീരകവും കൂടി ചേർത്ത് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കണം. ശരിക്കും ചില സ്ഥലങ്ങളിലൊക്കെ പച്ചമുളക് ചേർത്താണ് തയ്യാറാക്കുന്നത്. പക്ഷേ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വറ്റൽമുളക് തന്നെ ചേർത്താണ് ഈ ഒരു മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുന്നത്. പിന്നെ നമുക്ക് കടുക് വറുക്കാനായിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ വേണം. ഒരു 3-4 ടേബിൾ സ്പൂൺ. പിന്നെ നമുക്ക് വറ്റൽമുളകും വറുത്തെടുക്കണമല്ലോ. പിന്നെ കറിവേപ്പില ഒരു 2-3 തണ്ട്, 2 ടീസ്പൂൺ കടുക്, 2-3 വറ്റൽമുളക്, 1 ടീസ്പൂൺ ഉലുവായുടെ പൊടി, പച്ച ഉലുവ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. ഈ ഒരു മുളക് പൊടിയും കൂടെ നമ്മൾ ലാസ്റ്റിൽ കടുക് വറക്കുമ്പോൾ അതിൽ ചേർക്കുമ്പോൾ നമ്മുടെ പുളിശ്ശേരിക്ക് നല്ലൊരു കളറ് കിട്ടും. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത്. നമുക്കിനിയും ഈ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ നല്ലവണ്ണം ചൂടായി കഴിയുമ്പോൾ അതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് നമ്മൾ ആ എടുത്തു വെച്ചിരുന്ന വറ്റൽമുളകൊന്ന് ചേർത്ത് ഒന്ന് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം. മുളക് കരിഞ്ഞു പോകാതെ തന്നെ നല്ലവണ്ണം ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ആ മുളകൊക്കെ നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അതങ്ങ് കോരി മാറ്റി ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുത്തു. അതിലേക്ക് നമുക്ക് അരയ്ക്കാനുള്ള കൂട്ടെന്നിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആ ജീരകത്തിൻ്റെ പൊടി കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആ വറ്റൽമുളക് നമ്മൾ എണ്ണയിൽ വറുത്തെടുത്തതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ആ ഒരു മാങ്ങയുടെ ദശ നമ്മൾ പൂളി വെച്ചിരുന്നല്ലോ, അതും കൂടെ മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തത് നല്ല ഫൈൻ പേസ്റ്റാക്കി നമുക്ക് അരച്ചെടുക്കണം. ഇനി നമ്മുടെ ആ പാൻ, മുളക് വറുത്ത ആ പാൻ തന്നെ വീണ്ടും ഞാൻ അടുപ്പിൽ വെച്ചു. അതിലേക്ക് നമുക്ക് ആ മാങ്ങ എടുത്ത് വെച്ചിരിക്കുന്ന അങ്ങ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു. കുരുമുളക് നമ്മൾ ചതച്ച് വെച്ചിരുന്നത് അതും കൂടി അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തു. നമ്മുടെ മധുരത്തിന് വേണ്ടിയിട്ട് ആ ശർക്കര കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് നല്ലവണ്ണം അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്കൊരു 2 ഗ്ലാസ് വെള്ളം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ആ മാങ്ങ എല്ലാം നല്ലവണ്ണം ഒന്ന് വെന്ത് കിട്ടാനായിട്ട് നമ്മൾ ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കണം. ഒരു
7 തൊട്ട് 10 മിനിറ്റ് വരെ നമ്മൾ അടച്ചു വെച്ച് വേവിച്ചാൽ മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മാങ്ങയ്ക്ക് അങ്ങനെ അധികം വേവൊന്നുമില്ല, നല്ല പഴുത്ത മാങ്ങയല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമ്മളൊന്ന് മൂടി കൊണ്ടൊന്ന് അടച്ചു വെച്ച് കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, മാങ്ങയൊക്കെ വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കണം. ആ മാങ്ങയും അരപ്പും എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സായി കിട്ടണം. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും അരപ്പൊക്കെ നല്ലവണ്ണം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്നും കൂടെ തിളയ്ക്കാനായിട്ട് അനുവദിക്കണം. മാമ്പഴ പുളിശ്ശേരി എന്ന് പറഞ്ഞാലും കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ഇത് തയ്യാറാക്കുന്നതിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ കാണും. ഇത് ഞങ്ങളുടെ ഒരു സെൻട്രൽ ട്രാവൻകൂർ സ്റ്റൈലാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അരപ്പൊക്കെ നല്ലവണ്ണം തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ തീ ഒന്ന് വളരെ ലോയിലേക്ക് വെച്ചിട്ട് നമ്മുടെ അടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു കട്ട തൈര് ഉടച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു തൈരും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. പുളി ഇല്ലാത്ത തൈര് നോക്കി തന്നെ എടുക്കണം. കൂടുതൽ പുളിയുള്ള തൈരാണെങ്കിൽ ഇതിനത്ര ഒരു ടേസ്റ്റ് വരികയില്ല. അധികം പുളിയുടെ ആവശ്യമില്ല. തൈര് ഒഴിച്ചതിന് ശേഷം ഇനി കൂടുതലായിട്ടിട്ട് തിളപ്പിക്കണ്ട. ഒരു 2 മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം. നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇതിരിക്കാനായിട്ട്. ഇത് ശരിക്കും മാമ്പഴ പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ ഒരു ഒഴിച്ചുകറിയാണല്ലോ. സദ്യയുടെ ഇലയിൽ നമ്മൾ ഒരു ഒഴിച്ചുകറിയായിട്ട് നമ്മൾ വിളമ്പുന്ന ഒരു കറിയാണ്. അപ്പോൾ കൂടുതൽ കട്ടിയാകാനും പാടില്ല, എന്നാൽ ഒത്തിരി അങ്ങ് ലൂസായിട്ടിരിക്കാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മുടെ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട്. ഇതുപോലെ ആ ഒരു മാങ്ങയുടെ ദശയും കൂടെ നിങ്ങൾ ആ ഒരു അരപ്പിൻ്റെ കൂടെ ചേർത്ത് അരച്ച് നോക്കണം. അതുപോലെ വറ്റൽമുളക് തന്നെ എണ്ണയിൽ വറുത്തിട്ട് അത് ചേർത്തും അരച്ച് നോക്കി നിങ്ങളൊന്ന് ഇത് തയ്യാറാക്കി നോക്കണം. നല്ല പഴുത്ത മാമ്പഴം തന്നെ ഇതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. എന്നെങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു മാമ്പഴ പുളിശ്ശേരിക്ക് ഒരു പ്രത്യേക സ്വാദ് നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ചെറിയതായിട്ട് ആ തിള വരുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി നമുക്കതിലേക്ക് കടുക് വറുത്തിടണം. ഈ കടുക് വറുത്ത് ചേർക്കാനായിട്ട് ഞാൻ വേറൊരു പാൻ അടുപ്പിൽ വെച്ചു. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒരു 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് കടുക് അങ്ങിട്ട് കൊടുത്തു. കടുക് ഇപ്പം നല്ലവണ്ണം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആ വറ്റൽമുളക് അങ്ങ് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം. ഇനി അതിലേക്ക് നമ്മുടെ ഉലുവായുടെ പൊടി അങ്ങ് ഇട്ട് കൊടുത്തു. ഉലുവ ഞാൻ പറഞ്ഞല്ലോ പച്ചയ്ക്ക് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ വറുത്തിട്ട് വെച്ചിരിക്കുന്ന പൊടിയാകുമ്പോൾ എണ്ണയ്ക്കകത്തിടുമ്പോൾ കൂടുതൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ പച്ചയ്ക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടി വേണം ചേർത്ത് കൊടുക്കാൻ. നമ്മുടെ കറിവേപ്പിലയും കൂടെ അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തു. ലാസ്റ്റിൽ ആ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം ആ എണ്ണയുടെ ചൂടിൽ തന്നെ ഇരുന്ന് നമ്മുടെ ഈ മുളക് പൊടിയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിൽ ആ മുളക് പൊടിയും കൂടെ അതിനകത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു മാമ്പഴ പുളിശ്ശേരിക്ക് നല്ലൊരു ചെറിയൊരു നല്ല കളറ് കിട്ടും. ഇതുപോലെ ചൂടോട് കൂടി തന്നെ അതിൻ്റെ പുറത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ഞാൻ മാറ്റി വെക്കുകയാണ് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട്. ഇത് നമുക്ക് അങ്ങ് അടച്ച് വെക്കണം. ഒരു മണിക്കൂറിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇപ്രാവശ്യം ഓണത്തിന് ഈ ഒരു റെസിപ്പി നിങ്ങൾ തയ്യാറാക്കി നോക്കി എല്ലാവരും എന്നെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. കറിവിത്തമ്മയിലെ അമ്മയുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോസ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ നന്ദി. ഗുഡ് ബൈ.